ഹായ് മഞ്ജു, എൻ്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് എഗ്ഗ് കൊണ്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം എഗ്ഗ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഉള്ളൊരു ഫുഡാണ്. അപ്പോൾ ഈ എഗ്ഗ് നമ്മൾ പല രീതിയിലും പല റെസിപ്പീസും ഉണ്ട് എഗ്ഗ് കൊണ്ട്. പക്ഷേ എഗ്ഗ് ശരിക്കും ഏറ്റവും നല്ലത് എഗ്ഗ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയിൽഡ് എഗ്ഗ് കഴിക്കുന്നതാണ്. അതായത് മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് പോച്ച്ഡ് എഗ്ഗ്. അതായത് എഗ്ഗ് പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ബോയിൽഡ് എഗ്ഗ് കുറച്ചുകൂടി ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു എഗ്ഗിൻ്റെ ഒരു വിഭവമാണ് പോച്ച്ഡ് എഗ്ഗ്. അപ്പോൾ പോച്ച്ഡ് എഗ്ഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: ഒരു കപ്പ്, പിന്നെ വിനെഗർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വിനെഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് മതി. പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ നമുക്കിതിന് നിങ്ങൾക്ക് ടേസ്റ്റ് വേറെ ക്ലൗഡിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഈ വെള്ളത്തിൽ. അപ്പോൾ ആദ്യം ഞാൻ ഈ കപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. 1/3 ഭാഗം വെള്ളം മതി നമുക്ക്. കപ്പിൻ്റെ 1/3 ഭാഗം വെള്ളം മതി. ഈ വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വിനെഗർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉപ്പ് കുറച്ചും കൂടെ ഇട്ടത്. ശരിക്കും അത്ര ഉപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം. ബോയിൽഡ് വാട്ടറിലേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഞാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനിൽ വയ്ക്കുകയാണ്. ഒരു മിനിറ്റ് വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ വെള്ളം ബോയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. വെറുതെ ഇങ്ങനെ കറക്കുന്നുണ്ട്. ഫസ്റ്റ് മുട്ട ഒഴിക്കുന്നതിന് മുന്നേ മെല്ലെ ഒഴിച്ചാൽ മതി. ഈ ഉണ്ണി പൊട്ടിപ്പോതെ നോക്കണം. ഓക്കെ, മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസർ കൊണ്ട് ഇത് മൂടാം. ഇത് നമുക്ക് ഓവനിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് ഓവനിൽ വയ്ക്കാൻ പോവാണ്. ഇത് 1 മിനിറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. 1 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ എഗ്ഗ് പോച്ച് റെഡി ആയിട്ടുണ്ടാകും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ പോച്ച്ഡ് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് ഈ പ്ലേറ്റിലേക്ക് മാറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ പാഴ്സ്ലി ലീവ്സോ കറി ലീവ്സോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.